والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. അമ്മാ ബാദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 4-ാമത്തെ ആയത്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അവിടെ ആ ആയത്തിൽ മുത്തഖീങ്ങളുടെ ലക്ഷണമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ കാര്യം, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിച്ചവരാണ് അവർ എന്നതാണ് ആ മുത്തഖീങ്ങളുടെ സ്വഭാവ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതേ ആയത്തിൽ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. അതെന്താണ് അല്ലാഹു പറഞ്ഞത്? ആ മുത്തഖീങ്ങളുടെ സ്വഭാവ ഗുണമായി അല്ലാഹു ശേഷം പറഞ്ഞത്, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് എന്നാണ്. ആ സൂക്ഷ്മത കാണിക്കുന്ന ആ മുത്തഖീങ്ങളായ ആളുകൾ അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾ ആണ് എന്നാണ്. ഇത് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ സ്വഭാവമായി എടുത്തു പറഞ്ഞ 5-ാമത്തെ കാര്യമാണ്. പരലോകത്തിൽ ആ മുത്തഖീങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് എന്ന്. എന്നാൽ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ തുടക്കം മുതൽ നോക്കുമ്പോൾ മുത്തഖീങ്ങളുടെ സ്വഭാവ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി എടുത്തു പറഞ്ഞ കാര്യം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്നാണ്. പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുക എന്ന് പറയുന്നത് ആ ഗൈബിലുള്ള അദൃശ്യ കാര്യത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ ഈ 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരലോക വിശ്വാസം വീണ്ടും എടുത്തു പറയുമ്പോൾ ആ ഗൈബിലുള്ള വിശ്വാസത്തെ അതിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അത് പ്രത്യേകമായി പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പരലോക വിശ്വാസം ദൃഢമാകുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ദുനിയാവിലെ ജീവിതത്തിന് ശേഷം നാളെ വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും യഥാർത്ഥമായ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അറ്റമില്ലാത്ത, ഒരിക്കലും മരണമില്ലാത്ത, നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ചെയ്തു പോയ എല്ലാ നന്മ തിന്മകൾക്കും കൃത്യവും കണിശവുമായി പ്രതിഫലം നൽകപ്പെടുന്നതായ ഒരു ജീവിതം. അവിടെ വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. ഈ വിശ്വാസമാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ നന്മയുള്ളവനാക്കുവാനും അതുപോലെ തന്നെ നന്നായി ജീവിക്കുന്നവനാക്കുവാനും ഒക്കെ സഹായമാകുന്നത്. അങ്ങനെയായാൽ മാത്രമാണ് ആ മനുഷ്യൻ മുത്തഖീങ്ങളിൽ അഥവാ സൂക്ഷ്മത പാലിക്കുന്നവരിൽ ഉൾപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണമായിക്കൊണ്ട് ഇമാം തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഈ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു തരികയാണ്. അതായത് ബിൽ ബഅസി വൽ ഖിയാമത്തി വൽ ജന്നത്തി വൻ നാരി വൽ ഹിസാബി വൽ മീസാൻ, അതായത് പുനർജന്മവും അന്ത്യദിനവും സ്വർഗവും നരകവും വിചാരണ നന്മ തിന്മകളുടെ തുലാസ് ഇവയിലെല്ലാം ദൃഢനിശ്ചയമുള്ളവരാകുന്നു അവർ എന്നതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. തീർന്നില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടർന്ന് വീണ്ടും വിശദീകരിച്ചു തരികയാണ്. അതായത് ലാ ഹൗലാഹി അല്ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ കാന ഖബ്ലക, താങ്കൾക്ക് മുമ്പുള്ള അവർ ചിലരെ പോലെയല്ല, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരിലും വേദഗ്രന്ഥത്തിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് നടിക്കുകയും വയക്ഫുറൂന ബിമാ ജാഅക മിൻ റബ്ബിക, താങ്കൾക്ക് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടതിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നവരല്ല അവർ എന്നാണ്. എന്താണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്?
പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ആ വിശ്വാസം അവർ അത് പറയുക മാത്രമല്ല, മറിച്ച് വളരെ സത്യസന്ധമായി ദൃഢമായി അത് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. അതല്ലാതെ വേറെ ചില ആളുകളെ പോലെയല്ല. അവർ താങ്കൾക്ക് മുമ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള വേദഗ്രന്ഥത്തിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവർ പറയും. അത് വെറും ഒരു അഭിനയം മാത്രമാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടതിൽ അവർ അവിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടതിലാണ് സഹോദരങ്ങളെ കൃത്യമായി കൊണ്ട് ഈ പരലോകത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കൊണ്ട് വിശദീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്? അത് സഹോദരങ്ങളെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇഹലോകത്തെ കൂടാതെ മനുഷ്യന് വസിക്കുവാനുള്ള മറ്റൊരു ലോകമാണ് പരലോകം. പരിശുദ്ധ ഖുർആൻ അൽ ആഖിറ എന്ന നാമം പരലോകത്തിന് നൽകിയത് ഈ കാരണം കൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. മനുഷ്യന് പിന്നീട് താമസിക്കുവാനുള്ള ഒരു ലോകമാണ് എന്നുള്ള അർത്ഥം വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ പരലോകത്തിന് ഖുർആൻ ഉപയോഗിച്ച മറ്റൊരു പേരാണ് അദ്ദാറുൽ ആഖിറ. ഇഹലോകമാകുന്ന ഭവനത്തിനപ്പുറം മനുഷ്യന് താമസിക്കുവാനുള്ള മറ്റൊരു ഭവനമാണ് പരലോകം എന്ന അർത്ഥത്തിൽ ഈ പരിശുദ്ധ ഖുർആൻ പരലോകത്തിന് അദ്ദാറുൽ ആഖിറ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇഹലോകത്തിന് അവസാനം കുറിക്കുന്ന ദിവസത്തിന്, സഹോദരങ്ങളെ, ആ പരലോകത്തിന്, ആ അന്ത്യനാളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പേരുകൾ പരിശുദ്ധ ഖുർആനിലൂടെ നൽകിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. എഴുന്നേൽപ്പിന്റെ നാളെന്ന അർത്ഥം വരുന്ന യൗമുൽ ഖിയാമ, ഒടുക്കത്തെ നാളെന്ന അർത്ഥം വരുന്ന അൽ യൗമുൽ ആഖിർ, വളരെ പെട്ടെന്നും അടുത്തും സംഭവിക്കാനിരിക്കുന്ന ഈ സമയം ഇപ്പോൾ എന്നൊക്കെ അർത്ഥം വരുന്ന അസ്സാ, ഇതൊക്കെ അന്ത്യനാളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നൽകിയ പേരാണ്. മരിച്ചുപോയ മൺമറഞ്ഞു പോയവരെ, അതുപോലെ തന്നെ നാശം വരിച്ച ആളുകളെയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ജീവിപ്പിക്കുകയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന നാളെന്ന അർത്ഥത്തിൽ, അതായത് ഉയർത്തിയെഴുന്നേൽപ്പിന്റെ നാളെന്ന അർത്ഥത്തിൽ യൗമുൽ ബഅസ് എന്ന് അന്ത്യനാളിനെ കുറിച്ച് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ അല്ലാഹുവിന്റെ അടിമകൾ മുഴുവൻ ഖബറുകളിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് തത്രപ്പെട്ടുള്ള ഒരു പുറപ്പാടിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഈ പുറപ്പാടിന്റെ നാളെന്ന അർത്ഥത്തിൽ യൗമുൽ ഖുറൂജ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് അന്ത്യനാളിനെ കുറിച്ച് പരാമർശിക്കുന്നത്. സഹോദരങ്ങളെ, അന്ത്യനാളിന്റെ ഭീകരത അത് ആളുകളുടെ കണ്ണിനെയും കാതിനെയും കൽബിനെയും ഒക്കെ ഒരുപോലെ അടിക്കുകയും അടക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ശക്തമായി മുട്ടുന്നത്, ഇടിക്കുന്നത് എന്നൊക്കെ അർത്ഥം വരുന്ന അൽ ഖാരിയ എന്ന നാമം ഈ ദിവസത്തെ കുറിച്ച് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അന്ത്യനാളിൽ അള്ളാഹു അവന്റെ അടിമകൾക്കിടയിൽ അവർ തർക്കിക്കുകയും ഭിന്നിക്കുകയും ചെയ്തിരുന്ന വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുകയും അവർക്കുമേൽ വിധി നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ വിഷയം നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് പരിശുദ്ധ ഖുർആൻ അന്ത്യനാളിന് യൗമുൽ ഫസ്ൽ അഥവാ വിധി തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ദിവസം എന്ന പേര് വച്ചത് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ വിചാരണയുടെയും പ്രതിഫലത്തിന്റെയും ദിനമെന്ന അർത്ഥത്തിൽ യൗമുദ്ദീൻ എന്ന് ഖുർആൻ പരലോകത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേ സഹോദരങ്ങളെ, നമ്മുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിജാലകങ്ങളെ മുഴുവൻ വിചാരണക്കെടുത്തുകൊണ്ട് അവർക്ക് അവർ അർഹിക്കുന്ന പ്രതിഫലം അല്ലാഹു അവിടെ വെച്ച് നൽകും. അതിനുള്ള വേദിയാണ് പരലോകം. ആ പരലോകത്തിന്റെ സമയം വന്നു കഴിഞ്ഞാൽ ചെകിടടുപ്പിക്കുന്ന ഒരു ശബ്ദം വരാനുണ്ട്. ആ സമയം മനുഷ്യൻ തന്റെ സഹോദരനെയും മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും എന്തിനേറെ സ്വന്തം മക്കളെ വരെ വിട്ടു ഓടിപ്പോകുന്ന സമയമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിമിഷത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അന്ന് ഓരോ മനുഷ്യനും തനിക്ക് മതിയാവുന്നത്ര വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ നേരിടാനിരിക്കുന്ന ആ ഘോര ശബ്ദത്തെ അർത്ഥമാക്കിക്കൊണ്ട് അസ്സാക്ക എന്നാണ് പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിനെ ഒരു സ്ഥലത്ത് പരിചയപ്പെടുത്തുന്നത്. അവിശ്വാസികളെ സംബന്ധിച്ച് അവർ ഇസ്ലാമിലേക്ക് വരാത്തതും, അതുപോലെ തന്നെ വിശ്വാസിയായ ഒരു വ്യക്തി അവൻ തന്റെ കർമ്മങ്ങൾ കുറവാക്കിയത് കൊണ്ടും വലിയ വിഷമത്തിലായിരിക്കുന്ന ഒരു ദിവസമാണ് പരലോകം. അവർക്ക് അന്ന് ദുഃഖവും ഖേദവും ഉണ്ടായിരിക്കും. ആ ദുഃഖത്തിന്റെയും ഖേദത്തിന്റെയും ദിവസത്തെ അർത്ഥമാക്കിക്കൊണ്ട്
പരിശുദ്ധ ഖുർആൻ ആ നാളിനെ യൗമുൽ ഹസ്ര എന്നാണ് വിശേഷിപ്പിച്ചത്. സഹോദരങ്ങളെ, അന്ന് എല്ലാ കാര്യങ്ങളെയും അതിജയിക്കുന്നതും എല്ലാ കാര്യത്തിലും മേൽക്കോയ്മ നേടുന്നതും കൊണ്ട് അന്ത്യനാളിന് അത്വാമത്തുൽ കുബറ എന്ന് പരിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഭയാനകരമായ അവസ്ഥകൾ കൊണ്ടും ശിക്ഷകൾ കൊണ്ടും പാപികളായ മനുഷ്യരെ മൂടുന്ന ഒരു വേദിയാണ് പരലോകം. ഇത് അടിസ്ഥാനമാക്കിയാണ് അൽ ഗാശിയ എന്ന് അന്ത്യനാളിന് പേര് വന്നിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്ഥിരവാസത്തിന്റെ നാൾ എന്നാണ് യൗമുൽ ഖുലൂദ് എന്ന പദം അർത്ഥമാക്കുന്നത്. അന്ത്യനാളിന്റെ മറ്റൊരു പേരാണ് യൗമുൽ ഖുലൂദ്. അന്ത്യനാളിൽ സ്വർഗത്തിന് അർഹരായ ആളുകൾ സ്വർഗത്തിലും നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ട ആളുകൾ ശാശ്വതമായി നരക ശിക്ഷ വിധിക്കപ്പെട്ട് അവർ നരകത്തിലും നിത്യവാസികളായിരിക്കും. ഈ അർത്ഥത്തിൽ യൗമുൽ ഖുലൂദ് എന്ന് സ്ഥിരവാസത്തിന്റെ നാൾ എന്ന അർത്ഥത്തിൽ ഈ അന്ത്യനാളിനെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടിമകളെ വിചാരണക്കെടുക്കുന്ന നാളാണ് അന്ത്യനാൾ. അതുകൊണ്ട് അതിന് യൗമുൽ ഹിസാബ് എന്ന് വിചാരണയുടെ നാൾ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സംഭവിക്കുന്നത് എന്ന അർത്ഥം വരുന്ന അൽ വാഖിയ എന്ന പേരും അള്ളാഹു അവന്റെ അടിമകൾക്ക് വാഗ്ദാനം നൽകിയ നാൾ എന്ന അർത്ഥത്തിൽ യൗമുൽ വഈദ് എന്ന പേരും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അന്ത്യനാളിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഈ അന്ത്യനാളിന്റെ സംഭവ്യത അത് വളരെ അടുത്താണ് എന്ന് അറിയിച്ചുകൊണ്ട് അന്ത്യനാളിന് യൗമുൽ ആസിഫ എന്ന നാമം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ദിവസം അള്ളാഹു മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി നിർത്തുന്നതാണ്. അങ്ങനെ അന്ത്യനാളിന് യൗമുൽ ജംഅ് അഥവാ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം എന്ന പേര് വിളിക്കപ്പെട്ടതും നാളെ നടക്കാനിരിക്കുന്ന ഈ ഒരു സംഭവം പരിഗണിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ മുന്നറിയിപ്പുകളും താക്കീതുകളും സാക്ഷാത്കൃതമാക്കുന്ന ഹക്കായിക്കൊണ്ട് പുലരുന്ന ഒരു വേദിയാണ് പരലോകം. അതുകൊണ്ട് അള്ളാഹു ഈ നാളിനെ വിശേഷിപ്പിച്ചത് അൽ ഹാക്ക എന്നാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. സൃഷ്ടാവും സൃഷ്ടികളും കണ്ടുമുട്ടുന്ന നാളാണ് സഹോദരങ്ങളെ അന്ത്യനാൾ. സൃഷ്ടികൾ അന്യോന്യം അഥവാ പൂർവഗാമികളും പിൽക്കാലക്കാരും വാനത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും പുണ്യാളന്മാരും പാപികളും മർദ്ദകരും മർദ്ദിതരും അങ്ങനെ എല്ലാവരും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു വേദിയാണ് പരലോകം. ഇത് പരിഗണിച്ചുകൊണ്ട് അന്യോന്യം കണ്ടുമുട്ടുന്ന നാളെന്ന അർത്ഥത്തിൽ യൗമു തലാഖ് എന്ന് ഖുർആൻ ഈ ഒരു വേദിയെ പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. നാളെ പരലോകത്ത് സ്വർഗവാസികൾ നരകവാസികൾ വിളിക്കുന്ന അവസ്ഥ വരാനുണ്ട്. അതുപോലെ തന്നെ നരകവാസികൾ സ്വർഗവാസികളെ വിളിക്കുന്ന ചില രംഗങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അഹ്റാഫിലുള്ള ആളുകൾ, അതായത് സ്വർഗത്തിലും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അഹ്റാഫ്. ആ അഹ്റാഫിലുള്ളവർ സ്വർഗവാസികളെയും നരകവാസികളെയും മാറി മാറി വിളിക്കുന്ന ഒരു രംഗം വരാനുണ്ട്. ഇങ്ങനെ പരസ്പരം വിളികൾ ഉയർത്തുന്ന ഒരു നാള് എന്ന അർത്ഥത്തിൽ അന്ത്യനാളിനെ യൗമുത് തനാദ് എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. അതേപോലെ അവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നഷ്ടം വെളിപ്പെടുന്ന ഒരു ദിവസമാണ് അന്ത്യനാള്. യൗമു തഗാബൂൻ എന്നാണ് ഇത് അർത്ഥമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പരലോകത്തെ വിശേഷിപ്പിച്ചത്. സ്വർഗവാസികൾ സ്വർഗീയ അനുഗ്രഹങ്ങളായ അനന്തരമായി എടുക്കുമ്പോൾ തങ്ങൾക്ക് നേരിട്ട ഏറ്റവും വലിയ നഷ്ടം അവിശ്വാസികളായ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു വേദിയാണ് പരലോകം. അതേ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് യൗമു തഗാബൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ ആ ഒരു വേദിയെ പരിചയപ്പെടുത്തിയത്. സഹോദരങ്ങളെ, ഇത്രയും പേരുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഈ പരലോകമുണ്ടല്ലോ, ഇത് ഇസ്ലാമിക വിശ്വാസ സിദ്ധാന്തങ്ങളുടെ എല്ലാം അടിത്തറയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരലോകത്തിലുള്ള വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്. ഒരു മനുഷ്യന്റെ തുടക്കവും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്നുള്ള അവന്റെ മടക്കവും, അതായത് നമ്മൾ എവിടെ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു, ഈ ഭൂമിയിൽ നിന്ന് എവിടേക്കാണ് നമ്മൾ പോകുന്നത്, ഇത് നമുക്ക് അറിയിച്ചു തന്നത് നമ്മുടെ എല്ലാം സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചു തന്ന ഈ വിശ്വാസത്തിൽ ഒരു ന്യൂനതയും നമ്മൾ വരുത്തുവാൻ പാടുള്ളതല്ല. അങ്ങനെ ന്യൂനത ഒന്നുമില്ലാതെ കളങ്കരഹിതമായ നിലക്ക് പരലോകത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ് സഹോദരങ്ങളെ വേണ്ടത്. അങ്ങനെയായാൽ മാത്രമാണ് ആ മനുഷ്യൻ മുത്തഖീങ്ങളിൽ, അതായത് സൂക്ഷ്മത പാലിക്കുന്നവരിൽ ഉൾപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 4-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത്, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്ത ആളുകളാണ് അവരാണ് സൂക്ഷ്മത പാലിച്ച ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇവിടെ
സൂറത്തുൽ ബഖറയുടെ 4-ാമത്തെ ആയത്തിന്റെ പഠനം അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പഠനം നമ്മിൽ നിന്നും ഒരു സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.